Okay, so hi, hello everyone. Welcome back to English class. Okay, so നമുക്ക് നാളെ ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. സോ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കുറച്ചധികം ഞെട്ടിയിരിക്കും ബിക്കോസ് ഈ ഒരു മുഖമായിരിക്കില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, സോ 5th ക്ലാസ്സിന്റെ എക്സാം ആണ്, ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും നമ്മളന്ന് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള, അതായത് കുറച്ച് വേറെ എക്സ്ട്രാക്ഷൻസ് നമ്മൾ നോക്കും, പക്ഷെ അതിലും ഏറ്റവും കൂടുതൽ ചാൻസസ് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ വളരെ ചെറിയൊരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ തുടക്കം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയുന്ന കമന്റ് ഒന്ന് ഇട്ട് എല്ലാവർക്കും എല്ലാവരും റെഡിയാണ്, പെർഫെക്റ്റ് ആണ്, റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു കമന്റ് ഇടാം. നമുക്ക് അതുകൊണ്ട് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ ഇംഗ്ലീഷിൽ നമുക്കറിയാം എപ്പോഴും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ് ഒരു അൺസീൻ പാസേജ് അല്ലെ. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു പാസേജ് അവർ നമുക്ക് തരുന്നു, അതിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതുവരെ നമ്മളിത് വായിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പാരഗ്രാഫ് നല്ലോണം ഇരുന്ന് വായിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി അടിയിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാൻ വേണ്ടി അല്ലേ. സോ പൊതുവേ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, പുതിയൊരു പാരഗ്രാഫ് അല്ലേ, കുറച്ച് നല്ലോണം ഇരുന്ന് വായിക്കാം എന്നുള്ള രീതിയിൽ കുറേ സമയം എടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് വായിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്താണ്, കുറേ അധികം ടൈം നമ്മുടെ വേസ്റ്റ് ആയി പോകും, നമ്മൾ വെറുതെ അതിലിരുന്ന് അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങനെ പാടില്ല. ഓക്കെ, എപ്പോഴും ഒരു അൺസീൻ പാസേജ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാസേജ് ആണ് അവർ ചോദിക്കണമെങ്കിൽ എന്തായാലും ഒരു ചോദ്യം അങ്ങനെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇന്ന് എക്സാമ്പിൾ, അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യാനുള്ള ഒരു അൺസീൻ പാസേജ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ദ ഫണി ക്ലൗൺ. ഓക്കെ, ദ ഫണി ക്ലൗൺ എന്ന് പറഞ്ഞാൽ രസികനായിട്ടുള്ള ഒരു ജോക്കർ. ക്ലൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ജോക്കർ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ജോക്കറിന്റെ കഥയാണ് നമുക്ക് ഇതിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫണി ക്ലൗൺ ബോബി വാസ് എ ക്ലൗൺ ഹു ലവ് ടു മേക്ക് പീപ്പിൾ laugh. He wore big blue shoes, a colorful wig, and had a round red nose. Every day he would go to the park to perform tricks. He would juggle 3 balls, ride a tiny bike, and make funny faces. The children in the park always giggled when Bobby did this silly dance. One day, while Bobby was juggling the balls, he slipped on a banana peel. Instead of being upset, he got up and laughed. The kids cheered and Bobby continued his trick to make everyone laugh. Okay, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു കഥയിൽ നമ്മൾ ഒരു ഫണ്ണി ക്ലൗണിനെ പറ്റിയാണ് നോക്കുന്നത് അല്ലേ. ഒരു ഫണ്ണി ക്ലൗൺ കുട്ടികളെ ചിരിപ്പിക്കാൻ, കുട്ടികളെ മാത്രമല്ല ആൾക്കാരെ ചിരിപ്പിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാള്, വലിയ ബിഗ് ബ്ലൂ ഷൂസ് ഒക്കെ ഇടുന്നുണ്ട്, എപ്പോഴും ഒരു കളർഫുൾ ആയിട്ടുള്ള വിഗ് ഒക്കെ വെക്കും. പിന്നെ എന്താണ്, നോസിൽ റൗണ്ട് റെഡ് കളർ നോസാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ എല്ലാ ദിവസവും അദ്ദേഹം എന്ത് ചെയ്യും, പാർക്കിൽ പോയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അവിടെ കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു പാസേജിൽ നിന്ന് നോക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. നോക്കിയേ, 1 2 3 4 5. ഓക്കെ, സോ 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവ് ചെയ്യണം. നമുക്കറിയില്ല എന്താണെന്നുള്ളത്, പക്ഷെ നമുക്ക് ഈ പാരഗ്രാഫിൽ എല്ലാത്തിൻ്റെയും ആൻസർ ഉണ്ട്. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ പാരഗ്രാഫിൽ എല്ലാത്തിനുമുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തി, ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പെട്ടെന്നൊന്ന് നോക്കണം. അതായത് ക്വസ്റ്റ്യൻ നമ്മൾ ഓടിച്ചൊന്ന് വായിക്കണം. ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഈ പാരഗ്രാഫിലോട്ട് പോവാൻ വേണ്ടി. സോ വൺസ് ക്വസ്റ്റ്യൻസ് വായിച്ച് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ടു ദ പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻസ് വായിച്ചാൽ നമ്മുടെ മൈൻഡിലുണ്ട്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലോട്ട് ഷൂട്ട് ഔട്ട് ആയിട്ട് വരും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടു ദ പോയിന്റ് ആൻസേഴ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ഫണി ക്ലൗൺ ബോബി വാസ് എ ക്ലൗൺ ഹൂ ലവ് ടു മേക്ക് പീപ്പിൾ laugh. ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരു ക്ലൗൺ ആയിരുന്നു ആര്, ദ ഫണി ക്ലൗൺ ബോബി. ഓക്കെ,
പിന്നെ അദ്ദേഹം ധരിച്ചിരുന്നത് ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. ബിഗ് ബ്ലൂ ഷൂസ് ആണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹം ധരിച്ചിരുന്നത്. ഓക്കെ, ഒരു കളർഫുൾ വിഗ് ഉണ്ടാകും. അതുപോലെ തന്നെ വിഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ടാവും. അത് കൂടാണ്ട് റെഡ് കളറിലെ നോസ്, നമുക്ക് ഇപ്പൊ ജോക്കറിന്റെ ഫേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ റെഡ് കളറിലെ നോസ് ആയിരിക്കും ഉണ്ടാവാം. അദ്ദേഹം ഡെയിലി പാർക്കിൽ പോകുന്ന ഒരാളാണെന്നും പറഞ്ഞു. എന്തിനു വേണ്ടി? മാജിക് ട്രിക്സ് കാണിക്കാൻ വേണ്ടി. പിന്നെ അദ്ദേഹം ഈ ബോൾസ് ജിഗിൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മളിങ്ങനെ 3 ബോൾസ് ഒരുമിച്ച് നമ്മൾ കയ്യിലിട്ട് കളിക്കില്ലേ, സോ അതിനെയാണ് നമ്മൾ ജഗിൾ എന്ന് പറയുന്നത്. 3 ബോൾസ് അങ്ങനെ ചെയ്യും. പിന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ ബൈക്കുകൾ അദ്ദേഹം ഓടിച്ച് കാണിക്കും. പിന്നെ ഫണ്ണി ഫേസസ് ഉണ്ടാകും. സോ ഇങ്ങനെ കുട്ടികളെ ചിരിപ്പിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഒരു ദിവസം എന്താണ്, ബോബി ഇങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബോൾ അറിയാണ്ട് സ്ലിപ്പ് ചെയ്തിട്ട് അടിയിലേക്ക് വീഴുന്നത്, അല്ലെ, ബനാന പീലിൽ ചവിട്ടിയിട്ട് നമ്മുടെ ബോബി അടിയിലേക്ക് വീഴുന്നുണ്ടായി. അങ്ങനെ ഭയങ്കര വിഷമാകുന്നുണ്ട്. പിന്നെന്താണ്, പക്ഷെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വിഷമാവുന്നില്ല, അല്ലെ. ഒരു ജോക്കർ എന്ന നിലയ്ക്ക് ഒരിക്കലും വിഷമം കാണിച്ച ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, അല്ലെ. സോ എപ്പോഴും എന്ത് ചെയ്തു അപ്പോഴും അദ്ദേഹം നല്ല അടിപൊളിയായിട്ടിരുന്നു, അല്ലെ. നല്ല ഫണ്ണി ഫേസസ് ഒക്കെ ആക്കിയിട്ട് ചിരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റത്. ഓക്കെ, സോ അങ്ങനെ കുട്ടികൾക്ക് എന്തായി, കുട്ടികൾക്കും ഇഷ്ടമായല്ലേ. കുട്ടികൾ നോക്കുമ്പോൾ എന്താണ്, ബോബി കരയുന്നില്ല, ബോബി നല്ല അടിപൊളിയായിട്ട് കൂളായിട്ട് എഴുന്നേറ്റ് വരെയാണ്. അപ്പൊ അങ്ങനെ വീണ്ടും അദ്ദേഹം ഇങ്ങനെ അതുപോലെ തന്നെ എന്താണ്, കുട്ടികളെ വീണ്ടും കളിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളൊരു ഷോർട്ട് പാരഗ്രാഫ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. വാട്ട് ഡിഡ് ബോബി വെയർ ഓൺ ഹിസ് ഫീറ്റ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ബോബി കാലില് എന്താണ് ധരിച്ചിരുന്നത്? ഗ്രീൻ ബൂട്ട്സ്, ബിഗ് റെഡ് ഷൂസ്, യെല്ലോ സ്ലിപ്പേഴ്സ് ആൻഡ് ബിഗ് ബ്ലൂ ഷൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രണ്ടാമത്തെ ലൈനിൽ തന്നെ അതിന്റെ ആൻസർ ഉണ്ട്, ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി റെഡ് ഷൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതല്ല തെറ്റ്, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ എന്താണ്, ബിഗ് ബ്ലൂ ഷൂസ് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെൻ ഡിഡ് ബോബി പെർഫോം ഹിസ് ട്രിക്സ്? അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാജിക് ട്രിക്സ് അദ്ദേഹം എവിടെയാണ് കാണിച്ചിരുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. നമുക്ക് എല്ലാവർക്കും ഒരു പാരഗ്രാഫിലൂടെ തിരിച്ചു പോകേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാജിക് ട്രിക്സ് അദ്ദേഹം കാഴ്ച വെച്ചിരുന്നത് എവിടെയാണ്? നമുക്കറിയാം, സൂയിലല്ല, സർക്കസിലുമല്ല, സ്കൂളിലുമല്ല, പക്ഷെ അതൊരു പാർക്കിലാണ്. വെരി നൈസ്, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. അറ്റ് ദ പാർക്ക്, പാർക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആ ഒരു മാജിക് ട്രിക്സ് ഷോ ഓഫ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബോബി സ്ലിപ്ഡ് ഓൺ. നമുക്കറിയാം, 3 ബോൾസ് ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാണ്ട് തന്റെ കാല് എന്തിലോ മുട്ടുന്നുണ്ട്, അല്ല എന്തിലോ അറിയാണ്ട് കാല് വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിപ്പായിട്ട് വീഴുന്നുണ്ട്. അപ്പൊ എന്തിലാണ് സ്ലിപ്പായിട്ട് വീണത്? നമുക്കറിയാം, കല്ലല്ല. കല്ലെന്താണ്, സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സാധനമല്ല കല്ല്. ബോളുമല്ല. ബനാന പീൽ, യെസ്, അതെ, ബനാന പീൽ, പഴത്തിന്റെ തൊലി അവിടെ ഉണ്ടായിരുന്നു, ആരോ യൂസ് ചെയ്തിട്ടിരുന്നത്. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാണ്ട് പഴത്തിന്റെ തൊലി ചവിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം വീഴുന്നുണ്ട്. സോ ബനാന പീൽ, അതായത് ബോബി സ്ലിപ്ഡ് ഓൺ എ ബനാന പീൽ. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാത്തിന്റെ ആൻസർ ഉണ്ട്, നമുക്ക് ഓപ്ഷൻസ് അടക്കമുണ്ട്. ഓക്കെ, സോ കൺഫേം ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് പാരഗ്രാഫിലോട്ട് പോയി നമുക്ക് വരാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ? അദ്ദേഹം വീണപ്പോ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാവരും ഇമോജി കമന്റ് ചെയ്തേ. അദ്ദേഹം വീണപ്പോ, ഓക്കെ, ബോബി വീണു, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പോയിന്റിൽ ബോബി വീണു. സോ അദ്ദേഹം വീണപ്പോ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിലിട്ടെ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ബോക്സിലിട്ട്. നമുക്കറിയാം, സാധാരണ ഒരാൾ വീഴുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമാവും, അല്ലേ. പക്ഷെ ബോബി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. സോ അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. അദ്ദേഹം ചിരിച്ചിട്ട് സ്വയം എന്ത് ചെയ്തു? അദ്ദേഹം എഴുന്നേറ്റ് വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഡസ് ദ വേർഡ് ചിയേർഡ് മീൻ ഇൻ ദി സ്റ്റോറി? ചിയേർഡ് അല്ലെ, എന്താണ് ചിയർ അപ്പ് ചെയ്യുക? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളോട് ഒരു ആങ്കർ പറയാണ്, ഹേ ഗൈസ് ചിയർ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലോണം എന്ത് ക്ലാപ്പ് ചെയ്യുക എന്ന് പറയാം, അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഷൗട്ടഡ് ഹാപ്പിലി. ചിയേർഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ചിയേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ പാരഗ്രാഫിലോട് തിരിച്ചു പോവാം. അപ്പൊ അടിയിലുണ്ട്, നോക്കി. The kids cheered and Bobby continued its trick to make everyone laugh. ഓക്കെ, കുട്ടികൾ ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങി, അല്ലേ. ഇല്ലേ, ചിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൗട്ട് ഹാപ്പിലി, വളരെ സന്തോഷത്തോടെ ചിരിക്കുക. അപ്പൊ എന്താണ്? ബോബി വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച് എന്ത് ചെയ്തു? ആൾക്കാരെ സന്തോഷിപ്പിച്ചു, കുട്ടികളെ സന്തോഷിച്ചു. അപ്പൊ കുട്ടികൾക്കും എന്തായി? യെസ്, ഹാപ്പി ആയി അവരും. അപ്പൊ അങ്ങനെ അവരും
എന്ത് ചെയ്യാൻ തുടങ്ങി, ബോബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഹാപ്പി ആയിട്ടുള്ള സ്ക്രീംസ് അവർ, നല്ല സന്തോഷം തരുന്ന രീതിയിൽ അവർ ഒച്ചയെടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം, പാരഗ്രാഫിന്റെ 5 മാർക്ക് എവിടെയും കളയാണ്ട് സൂക്ഷിക്കണം. ബിക്കോസ് അതിന്റെ ആൻസേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ആൻസേഴ്സ് എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടെ ഒന്ന് റീകൺഫേം ചെയ്തിട്ട് അത് ആൻസേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. ബാക്കി എല്ലാവരും ടു ദ പോയിന്റ് വരെ സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റിലോട്ട് പോവാം, ദാറ്റ് ഈസ് ഡയറി എൻട്രി. ഓക്കെ, സോ ഡയറി എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്, ഡയറി എൻട്രി. അപ്പൊ നമുക്ക് നോക്കാം ഡയറി എൻട്രിയുടെ ഫോർമാറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം. ആദ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ഡേറ്റ് എഴുതി കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ ദിവസം എഴുതാൻ വേണ്ടി. ഓക്കെ, സോ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഡേറ്റ് മാത്രം എഴുതി, ചിലപ്പോൾ ഡേറ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും. ഓക്കെ, ഇതൊക്കെ തെറ്റാണ്. എപ്പോഴും നമ്മൾ ഡേറ്റ് എന്ത് വേണം, കറക്റ്റ് ഓർഡറിൽ വേണം എഴുതാൻ വേണ്ടി. കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, കീപ്പ് ചെയ്യാൻ വേണ്ടി. വേറെ ഒന്നും നിങ്ങൾ നോക്കരുത്, കറക്റ്റ് ഓർഡർ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, കീപ്പ് ചെയ്യാൻ വേണ്ടി. സോ 18th June 2018, 18th June, അതിപ്പോ ഏതൊരു ദിവസമായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് അറ്റ പോയിന്റിൽ നമുക്ക് തോന്നും, ദൈവമേ ഈ ദിവസം തന്നെ എഴുതണോ എന്ന് ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം, ഇഷ്ടമുള്ള ഡേ എഴുതാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, സോ 18th June ഇതൊരു എക്സാമ്പിൾ ആണ്. 18th June 2018 എഴുതി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്, ദിവസം എഴുതുക. ട്യൂസ്ഡേ, മൺഡേ, ഫ്രൈഡേ, യു ക്യാൻ റൈറ്റ് വാട്ട് എവർ യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടിയിൽ നോക്കിയേ, ഡിയർ ഡയറി. നമ്മൾ എന്ത് ചെയ്യണം, ഡിയർ ഡയറി എന്ന് പറഞ്ഞൊരു കോമ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഡയറി എഴുതി തുടങ്ങാൻ വേണ്ടി. ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ എന്താണ്, ഡയറി എഴുതിയ ആളുടെ പേരും കൂടെ അവിടെ എന്ത് ചെയ്യുക, അങ്ങോട്ട് മെൻഷൻ ചെയ്യുക. സോ ഇത്രയുമാണ് നമുക്ക് 5ാം ക്ലാസ്സിലുള്ള ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. സോ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതും കൂടെ നോക്കിയാൽ മതി. ഓക്കെ, സോ ഒന്നുമില്ല, ഡേറ്റ് എഴുതുക, ഡേ എഴുതുക, ഡിയർ ഡയറി എന്ന് എഴുതുക. നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുക, ഏറ്റവും അടിയിലായിട്ട് എന്ത് ചെയ്യുക, പേര് എഴുതുക, ഡയറി എഴുതിയ ആളുടെ പേര്. അപ്പൊ നമുക്കറിയാം നമ്മളെല്ലാം ഡയറി എഴുതുന്നത്, നമുക്ക് ചാപ്റ്റേഴ്സിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ. സോ ഇവരാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഡയറി എഴുതുന്നത്. അപ്പൊ പോസിബിൾ ആയിട്ട് ഡയറി വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. റെബേക്കാസ് ഡയറി. ഓക്കെ, റെബേക്കയുടെ ഡയറി കൊടുത്തിട്ടുണ്ട്. ബഷീർ അല്ലെങ്കിൽ റഷീദിന്റെ ഡയറി. ഓക്കെ, ഇനി മൈക്കിൾസ് ഡയറി ഉണ്ട്. ഏറ്റവും അവസാനം നോക്കുമ്പോൾ നമുക്ക് ആര്യയുടെ ഡയറി ഉണ്ട്. സോ ഈ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ്റെ മൈക്കിളിന്റെ ഡയറി ആണ് എക്സാമ്പിൾ, നമുക്ക് നോക്കാം. ഇമാജിൻ യു ആർ മൈക്ക് ജോർഡൻ, റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിംഗ് യുവർ ജോയ് ആഫ്റ്റർ സ്കോറിംഗ് ദ വിന്നിംഗ് ബാസ്കറ്റ് അഗെയിൻസ്റ്റ് മാർക്ക്. ഓക്കെ, അതായത് നല്ല ഒരു സ്കോർ, ഗെയിമിൽ നല്ല സ്കോറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, തൻ്റെ ഫ്രണ്ടിന് വേണ്ടി, ഓക്കെ, തൻ്റെ സന്തോഷം അറിയിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡയറി എഴുതിയാണ്. അപ്പൊ നമ്മൾ ആരാണ്, നമ്മളിവിടെ മൈക്കിൾ ജോർഡൻ ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം. നമ്മളിവിടെ മൈക്കിൾ ജോർഡൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഡയറി എഴുതേണ്ടത്. അപ്പൊ നമ്മൾ മൈക്കിൾ ജോർഡൻ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, ആ ഡയറി കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ നമ്മൾ ഡേറ്റ് എഴുതി 10th October 2024. അതുകൊണ്ട് നമ്മൾ ഡേ എഴുതി സാറ്റർഡേ. ഓക്കെ, 2 കാര്യം കഴിഞ്ഞു. ഇത് 2 എണ്ണം എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും, അര മാർക്ക് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, സോ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതി വെക്കുക, അര മാർക്ക് സെക്യൂർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്താണ് ഡിയർ ഡയറി. ഡിയർ ഡയറി എന്ന് എഴുതിയിട്ട് നമുക്ക് അടിയിലോട്ട് നോക്കാം. ടുഡേ വാസ് വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഇന്ന് എൻ്റെ ലൈഫിലെ വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്ന് പറയാണ്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഡയറി എഴുതാണ്. മൈ ടീം വോൺ ദ ബാസ്കറ്റ് ഗെയിം. എൻ്റെ ടീം ഇന്ന് ബാസ്കറ്റ് ഗെയിം ജയിച്ചു എന്ന് പറയാണ്. ഐ ടുക്ക് ദ ഫൈനൽ ഷോട്ട്. അപ്പം ഞാനാണ് ഏറ്റവും അവസാനത്തെ ഷോട്ട് ബാസ്കറ്റിൽ ഇട്ടതെന്ന് പറയാണ്. ഓക്കെ, ആൻഡ് ദ ബോൾ വെന്റ് റൈറ്റ് ഓവർ ദ ടോൾ ബോയ്സ് ഹെഡ് ആൻഡ് ത്രൂ ദ ലൂപ്പ്. ഓക്കെ, അപ്പൊ പറയാണ് വളരെ അടിപൊളിയായിട്ട് എന്ത് ചെയ്തു, ഏറ്റവും പൊക്കമുള്ള ആളുടെ മുകളിൽ കൂടെ എൻ്റെ ബോൾ പോയി കറക്റ്റ് ആയിട്ടൊരു ഹൂപ്പിൽ എന്ത് ചെയ്തു, ബോൾ ബാസ്കറ്റ് ആയി എന്ന് പറയാണ്. സോ അത്രയും എക്സൈറ്റ്മെന്റോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഡയറി എഴുതുന്നത്. അപ്പൊ മൈക്കിൾ തനിക്ക് എഴുതുന്ന ഡയറി ആണല്ലേ, താൻ എഴുതുന്ന ഡയറിയാണ്. തനിക്ക് നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു, താൻ ഇത്രയും നല്ലൊരു ഗെയിമർ ആണല്ലോ, ഇത്രയും അടിപൊളിയായിട്ട് ബാസ്കറ്റ് ബോളിന്റെ ഗെയിം കളിച്ചു എന്ന് പറഞ്ഞ് അതിമനോഹരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈക്കിള് ഡയറി എഴുതുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിച്ച് എഴുതിയാൽ മതി. സി, ഇത് തന്നെ എഴുതണമെന്നില്ല, പക്ഷെ നമുക്ക് എന്താണ്, നമുക്കൊരു ഐഡിയ വേണം. യെസ്, മൈക്കിളിന്റെ സ്റ്റോറിയിൽ എന്താണ് ഉണ്ടായത്, അപ്പൊ നമുക്ക് വൺസ് അറിയാം എന്തൊക്കെയാണ് കഥ എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടുഡേ വാസ് വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു.
എന്റെ ടീമാണ് എന്ത് ചെയ്തത് ബാസ്കറ്റ് ഗെയിമിൽ ജയിച്ചത്, ഞാനാണ് ഏറ്റവും അവസാനത്തെ ഷോട്ട് ഇട്ടത്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു അത് ബാസ്കറ്റ് ആവുകയും ചെയ്തു. എവ്രിവൺ ക്ലാപ്ഡ് ആൻഡ് ചിയേർഡ് ഫോർ മീ. ഓക്കെ, നോക്കി ചിയേർഡ് എന്നുള്ളൊരു വാക്ക് വന്ന് ശ്രദ്ധിച്ചില്ലേ? അപ്പൊ ഇതാണ് നമുക്ക് എപ്പോഴും നമ്മൾ പഠിക്കുന്ന വാക്കുകളായിരിക്കും നമുക്ക് അൺസീൻ പാരഗ്രാഫിൽ ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ഓരോ വാക്കും ഇംഗ്ലീഷിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും മെറ്റീരിയൽസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും നല്ലോണം തറലി നിങ്ങൾ എന്ത് ചെയ്യുക വായിക്കാനായിട്ട് ശ്രമിക്കുക. അത് കൂടാണ്ട് അതിന്റെ മീനിങ്സും നോക്കണം. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ വൈഷ്ണവ് സർ ആയാലും നമുക്ക് എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും എന്താണ് മീനിങ്സ്, ഇന്നതിന്റെ മീനിങ് ഇതാണ്. അപ്പൊ നമ്മളത് എഴുതിയെടുക്കണം. അപ്പൊ എഴുതിയെടുക്കുമ്പോൾ എന്താണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കി ക്ലാപ്ഡ് ആൻഡ് ചിയേർഡ് ഫോർ മീ. അപ്പൊ ക്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ കൈയടിക്കുക, ചിയേർഡ് എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്ന് നമ്മൾ ഉറക്കെ അലറി വിളിക്കില്ലേ? ഇപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് 5ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എല്ലാ എക്സാംസിനും മാർക്ക് സ്കോർ ചെയ്തോട്ട് വരാണ്. അപ്പൊ അത് നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അലറില്ലേ, നമ്മളൊരു സന്തോഷ അലറൽ, അതിനെയാണ് നമ്മൾ ചിയറിങ് എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ നമ്മുടെ ബോബി ദ ജോക്കറിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ബോബി ദ ക്ലൗൺ എന്ന് പറയുന്ന ആ ഒരു പാസേജിൽ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ നോക്കി ഐ റാൻ ഹോം ക്വിക്ലി ടു ടെൽ മോം ആൻഡ് ഡാഡ്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് ഓടി, അച്ഛനോട് അമ്മയോട് ഈ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാൻ വീട്ടിലോട്ട് ഓടി എന്ന് പറയാണ്. They were proud of me and I'm so happy that my hard work and practice paid off. അച്ഛനോട് അമ്മനോട് ഈ ഒരു നല്ലൊരു ഹാപ്പി ന്യൂസ് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പറയാണ് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി, കാരണം എന്താണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തതൊന്നും വെറുതെ ആയില്ല, അതിനെല്ലാത്തിനും ഒരു റിസൾട്ട് കിട്ടി എന്ന് പറയുന്നത്. ബിക്കോസ് ഹി വോൺ ദ മാച്ച് അല്ലെ, ആ ഒരു ബാസ്കറ്റ് ബോളിന്റെ മാച്ച് നമ്മുടെ മൈക്കിള് ജയിച്ചത് കൊണ്ട് തന്നെ ഭയങ്കര അധികം സന്തോഷം മൈക്കിളിന്റെ ഉള്ളിലുണ്ട്. സോ ഇതിന്റെ ഏറ്റവും അടിയിൽ എന്ത് ചെയ്യുക, മൈക്കിൾ എന്ന് പറയുന്ന പേര് നിങ്ങൾ മെൻഷൻ ചെയ്യുക. എഴുതിയ ആളുടെ പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ഇത്രയും ഉള്ളൂ ഡയറി. അപ്പൊ ഡയറിയുടെ ഫോർമാറ്റ് നോക്കുക, ബാക്കി നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങളുടെ രീതിക്ക് എഴുതാൻ പറ്റും. വൺസ് നിങ്ങൾക്ക് സ്റ്റോറി മര്യാദയ്ക്ക് അറിയണമെങ്കിൽ മാത്രം. സ്റ്റോറി അറിയാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ആവർത്തിച്ച് എന്ത് ചെയ്യാൻ പറയുന്നത്, വായിക്കാൻ പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റോറീസ് ഒക്കെ വളരെ ഷോർട്ട് സ്റ്റോറീസ് ആണ്. ലൈക്ക് യു ക്യാൻ ജസ്റ്റ് ടേക്ക് 15 minutes 15 മിനിറ്റ് ഒക്കെ എടുത്താൽ നമുക്കൊരു ചാപ്റ്റർ അടിപൊളിയായിട്ട് ഥറലി ഇരുന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. സോ പരമാവധി എന്ത് ചെയ്യണം, എക്സാമിന് പോണതിന് മുമ്പ് അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററും ഒന്ന് ഇരുന്ന് വായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡിസ്കോഴ്സിലോട്ട് പോകാം. ദാറ്റ് ഈസ് ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, സോ ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ലെറ്റർ അല്ലെ എന്താണ് നമുക്കറിയാം, കത്തെഴുതുക അല്ലെ. സോ ലെറ്റർ റൈറ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ വലിയ അതോറിറ്റീസിന് എഴുതുന്ന ലെറ്റർ ഉണ്ട്, പിന്നെ ഒരെണ്ണം നമ്മുടെ കൂട്ടുകാർക്ക് എഴുതുന്ന ലെറ്റർ ഉണ്ട് അല്ലെ. സോ രണ്ടും എഴുതുന്ന രീതി വേറെയാണ്. ബിക്കോസ് ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടാ സുഖാണോ, സുഖമല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഫോർമൽ, അതായത് നമ്മൾ കൂട്ടുകാരോട് ചോദിക്കുന്ന ടോണിൽ അവരോട് ചോദിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ നമ്മൾ പ്രിൻസിപ്പളിന് എഴുതുകയാണ് എന്നാൽ ലീവിന് വേണ്ടി, എടാ പ്രിൻസിപ്പൾ എനിക്കൊരു ലീവ്, അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ അപ്രോപ്രിയേറ്റ് അല്ലേ. അപ്പൊ നമുക്കറിയാം. അപ്പോൾ അതുപോലെ എന്താണ്, ടോണിലെ വ്യത്യാസമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി ചെറിയൊരു ഫോർമാറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് പേടിക്കണ്ട, നമുക്ക് ഫോർമൽ ലെറ്റർ പഠിക്കാനില്ല, നമുക്ക് ഇൻഫോർമൽ ലെറ്റർ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അപ്പൊ നമ്മൾ അത് മാത്രം എന്ത് ചെയ്താൽ മതി, മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ലെറ്റർ റൈറ്റിംഗിലോട്ട്. ലെറ്റർ റൈറ്റിംഗ് എല്ലാവർക്കും അറിയാം, കത്തെഴുത്താണ് ഈ ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ റബേക്ക തന്റെ കൂട്ടുകാരിക്ക് എഴുതുന്നു, മൈക്കിൾ തന്റെ ഫ്രണ്ടിന് എഴുതുന്നു. ഓക്കെ, സോ ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. മൈക്കിൾ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യം തന്നെയായിരിക്കും മൈക്കിൾ എന്ത് ചെയ്യാൻ വേണ്ടി, തന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അല്ലെ. ഞാൻ കളി ജയിച്ചു, ഇന്ന് എൻ്റെ ഗെയിമായിരുന്നു ലാസ്റ്റ് ഉണ്ടായത്, ഞാനാണ് അവസാനത്തെ ഷോട്ട് എടുത്തത്, അത് എൻ്റെ ടോൾ ബോയിന്റെ മുകളിൽ കൂടെ പോയിട്ട് അത് കറക്റ്റ് ഹൂപ്പിൽ വീണു, വീട്ടിൽ അമ്മനോട് അച്ഛനോട് ഞാൻ പോയി പറഞ്ഞു, എൻ്റെ ഹാർഡ് വർക്ക് പേ ഓഫ് ചെയ്തു. ഓക്കെ, സോ ഇതെന്താണ്, നമ്മൾ ഡയറി പഠിച്ചാൽ എന്താണ്, മൈക്കിൾ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്റർ നമ്മൾ പഠിച്ചു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഡയറി പഠിക്കാൻ വേണ്ടി. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ കറക്റ്റ് മൈക്കിൾ അത് ഫ്രണ്ടിന് പറയുന്ന പോലെ, ഫ്രണ്ടിനോട് പറയുകയാണത് നമ്മൾ ഡയറിനോട് പറഞ്ഞ പോലെ ഇതെന്ത് ചെയ്യണം, മൈക്കിൾ ഫ്രണ്ടിനോട് പറയുന്ന രീതിയിൽ നമ്മൾ എഴുതിയാൽ മതി. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ക്രീം ആയിട്ടുള്ള സ്റ്റഡി ചെയ്യണം. അല്ലാണ്ട് നമ്മൾ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യം, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഒരൊറ്റ കണ്ടന്റ് പഠിച്ചാൽ മതി, അത് രണ്ടിനും നമുക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ചിലപ്പോൾ റബേക്കയുടെ ഡയറി ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഫോർമാറ്റ് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തയിലോട്ട് പോവാം. സോ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് സെൻഡേഴ്സ് അഡ്രസ് ആണ്. സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ആളുടെ സെൻഡേഴ്സ്, അതായത് ആരാണോ കത്തെഴുതുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സാണ് ഈ സെൻഡേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആരാണോ കത്തെഴുതുന്നത്
അദ്ദേഹത്തിന്റെ അഡ്രസ്സാണ് സെൻഡേഴ്സ് അഡ്രസ്. ഓക്കെ, പിന്നെ ഡേറ്റ് നമ്മൾ അതിൽ പറഞ്ഞ പോലെ ഡയറിയിൽ എഴുതിയ പോലത്തെ ഫോർമാറ്റ് വേണം ഡേറ്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഡിയർ, കൂട്ടുകാരന്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡിയർ ഫ്രണ്ട്, അതായാലും മതി. ഓക്കെ, പക്ഷെ അവിടെ ഡിയർ എന്ന് മാത്രം എഴുതരുത്, ഡിയർ കഴിഞ്ഞിട്ട് കൂട്ടുകാരന്റെ പേര്, അല്ലെങ്കിൽ ജസ്റ്റ് ഡിയർ കൂട്ടുകാരാ എന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. പിന്നെ നമ്മൾ കണ്ടന്റിലോട്ട് പോകുന്നു. അതായത് ഇവിടെ വരുന്നത് എന്താണ്, ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും അടിയിൽ വരാം. ഏറ്റവും അവസാനം നോക്കുമ്പോൾ യോഴ്സ് ലവിംഗ്ലി. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാൻ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇമാജിൻ യു ആർ യങ് മൈക്കിൾ ജോർഡൻ, യു ആർ എക്സൈറ്റഡ് അബൌട്ട് യുവർ നെക്സ്റ്റ് ബാസ്കറ്റ്ബോൾ മാച്ച്, റൈറ്റ് ലെറ്റർ ഇൻവൈറ്റിംഗ് യുവർ ഫ്രണ്ട് ടു കം ആൻഡ് വാച്ച് യുവർ പ്ലേ. ഓക്കെ, പക്ഷെ ഇവിടെ ക്വസ്റ്റനിൽ വ്യത്യാസമുണ്ട്. അവിടെ നോക്കിയേ, തന്റെ വിജയത്തിനെ പറ്റി കൂട്ടുകാരൻ ലെറ്റർ എഴുതാൻ പറയുന്നത് നമ്മൾ ഡയറിയിൽ അതേ കണ്ടന്റ് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്, തന്റെ അടുത്ത മാച്ച് കാണാൻ വേണ്ടി കൂട്ടുകാരനെ ക്ഷണിക്കുക. അതാണ് ഇവിടുത്തെ ആകെയുള്ളൊരു വ്യത്യാസം. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പൊ ABC വില്ല. ഓക്കെ, അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യാം. അതാണ് എന്ത്, അതാണ് സെൻഡേഴ്സ് അഡ്രസ്. അതാണ് സെൻഡേഴ്സ് അഡ്രസ്. ഓക്കെ, ഇനി ഇതെന്താണ്, ഡേറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതെന്താണ്, സാല്യൂട്ടേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാലാണ് ഈ ഡിയർ ഫ്രണ്ട്, ഡിയർ മാർക്ക്, ഡിയർ ജോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കണ്ടന്റിലോട്ട് വരാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നീ സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഐ എം റിയലി എക്സൈറ്റഡ് ടു ടെൽ യു ദാറ്റ് ഐ ഹാവ് എൻ ഇമ്പോർട്ടന്റ് ബാസ്കറ്റ്ബോൾ മാച്ച് ദിസ് സാറ്റർഡേ. എനിക്ക് ഈ സാറ്റർഡേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്, സോ യു ഷുഡ് കം എന്നുള്ള രീതിയിൽ പറയാണ്. ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് അ ലോട്ട്. ഞാൻ കുറെ നാളായിട്ട് എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ വുഡ് ബി വെരി ഹാപ്പി ഇഫ് യു കുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാവും വൺസ് നീ അത് കാണാൻ വരികയാണ്, നീ എൻ്റെ കൂടെ ഇരുന്ന മാച്ച് കാണുകയാണെങ്കിൽ എനിക്കത് വളരെയധികം സന്തോഷമാകും എന്ന് പറയാണ്. അല്ലെ, നല്ലൊരു കൂട്ടുകാരനാണ്, അപ്പോൾ തൻ്റെ മാച്ച് കാണാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാകും. സോ അതുകൊണ്ട് പറയാണ്. ഇനി മാച്ച് കാണാൻ വരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാച്ച് എപ്പോഴാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്താൽ മാത്രമേ കറക്റ്റ് ടൈമിൽ കൂട്ടുകാരന് എത്താൻ പറ്റുള്ളൂ. സോ അടുത്ത പാസേജിൽ അല്ല അടുത്ത പാരഗ്രാഫിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, സാറ്റർഡേ ആണ് മാച്ച് നടക്കുന്നത്. അത് മെയ് 20 ആണ് കേട്ടോ അത്. ഓക്കെ, 4 മണിക്കാണ് മാച്ച്. ഓക്കെ, എവിടെ വെച്ചാണ്, സ്കൂൾ പ്ലേ ഗ്രൗണ്ടിൽ, സ്കൂൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വെച്ചാണ്. ഈ 4 ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ ഈ സാറ്റർഡേ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഡേറ്റ് വേണം. ഇന്ന ദിവസമാണ്, ഇന്ന സമയത്താണ്, ഇന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഇവിടെ വരണം. ബാക്കി സെയിം. ഓക്കെ, പിന്നെ നമ്മളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കളിയായിരിക്കും. ആൻഡ് നിന്റെ സപ്പോർട്ട് എന്നെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുമെന്ന് പറയാണ്. ഐ ഹോപ്പ് യു ക്യാൻ കം ആൻഡ് ചിയർ ഫോർ മീ. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എനിക്ക് വേണ്ടി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിയർ ചെയ്യും. നീ എനിക്ക് വേണ്ടി യെസ്, നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നീ എനിക്ക് വേണ്ടി ഹൗൾ ചെയ്യുമെന്ന് പറയാണ്. ആൻഡ് വി ക്യാൻ ഇവൻ പ്ലേ എ ലിറ്റിൽ ആഫ്റ്റർ ദ മാച്ച്. കുറച്ച് നേരം കണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കളിക്കാം എന്ന് പറയാണ്. ഇറ്റ് വുഡ് ബി ഫൺ ടു ഷോ യു സം ന്യൂ മൂവ്സ് ഐ ഹാവ് ലേൺഡ്. ഓക്കെ, ഞാൻ പഠിച്ച കുറച്ച് പുതിയ കാര്യങ്ങൾ കാണിച്ചു തരാൻ എനിക്ക് ആ ഒരു സമയം മതി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കത് കാണിച്ചു തരാൻ പറ്റുമെന്ന് പറയാണ്. ഐ നോ വി വിൽ ഹാവ് എ ഗ്രേറ്റ് ടൈം ടു. എനിക്കറിയാം നമ്മൾ രണ്ടുപേരും തമ്മിൽ നല്ലൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവസാനം പറയാണ് യോഴ്സ് ലവിംഗ്ലി SD പേര്. ഓക്കെ, യോഴ്സ് ലവിംഗ്ലി എന്ന് പറയുന്നതാണ് കോംപ്ലിമെന്ററി ക്ലോസ്. അത് കഴിഞ്ഞിട്ട് SD എന്ന് പറഞ്ഞാൽ എന്താണ്, SD എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, SD എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻഡ് എന്നാണ് അർത്ഥം, അതായത് സൈൻ ചെയ്തു എന്നാണ് അർത്ഥം. ഈ SD-യുടെ അടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, SD-യുടെ അടിയിലായിട്ട് നമ്മൾ മൈക്കിൾ എന്ന് എഴുതണം. ഓക്കെ, മൈക്കിൾ എന്ന് എഴുതണം. ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബാങ്ക് റോളാരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. സോ SD-യുടെ അടിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് മൈക്കിൾ എന്ന് എഴുതിയാൽ മാത്രമേ നമ്മുടെ ലെറ്ററിനോടൊരു പൂർത്തിയാവുള്ളൂ. ഓക്കെ, സോ അതെന്തായാലും പ്രോപ്പറായിട്ട് തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരികയാണ്, പ്രൊഫൈൽ റൈറ്റിംഗ്. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിന്റെ എക്സാമ്പിളിലോട്ട് പോകാം. ഓക്കെ, സോ ഇവിടെ PV സിന്ധു, ബാഡ്മിന്റൺ പ്ലെയർ ആയ PV സിന്ധുവിനെ പറ്റിയുള്ള കുറച്ച് ഹിന്റ്സും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ PV സിന്ധുവിനെ പറ്റിയുള്ള ഒരു പ്രൊഫൈലാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. സോ ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ നെയിം എന്താണ്, പുൽസെർല വെങ്കിട്ട സിന്ധു, PV സിന്ധു. ഓക്കെ, പിന്നെ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് 5th July 1995. പ്ലേസ് ഓഫ് ബർത്ത് നോക്കിയുള്ള ഹൈദരാബാദ് ആണ്, തെലങ്കാന. പാരൻസ് ഓക്കെ, PV രാമൻ ആൻഡ് P വിജയ, രണ്ടുപേരും വോളിബോൾ പ്ലെയേഴ്സ് ആണ്. ഇനി നോക്കി എഡ്യൂക്കേഷൻ ആണ്, സെന്റ് ആൻഡ്സ് കോളേജ് ഫോർ വുമൻ, ഹൈദരാബാദ്. കരിയർ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്.
അച്ചീവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുണ്ട് റിയോ ഒളിമ്പിക്സ് 2016, ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട് ടോക്കിയോ ഒളിമ്പിക്സ് 2021 ആൻഡ് വേൾഡ് ചാമ്പ്യൻ ആണ് സിൻസ് 2019. ഓക്കെ, ഇനി അവാർഡ്സ് നോക്കുകയാണെങ്കിൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഖേൽ രത്ന അവാർഡ് അതിന്റെ കംപ്ലീഷൻ അവാർഡാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്, വേറൊന്നുമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഒരു പാരഗ്രാഫിലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഒട്ടും തന്നെ വൈകിക്കാണ്ട്. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. എപ്പോഴും ആരെ പറ്റിയാണോ നമ്മൾ ആ പ്രൊഫൈൽ, അദ്ദേഹത്തിൻ്റെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ എന്താണ് കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് PV സിന്ധു എന്ന് കൊടുക്കാം, PV സിന്ധു എന്ന് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് ഇന്ന ആളെ പറ്റിയാണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ PV സിന്ധു എന്നുള്ളൊരു പേര് അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, PV സിന്ധു എന്താണ് പുൽസരള അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, PV സിന്ധു എന്ന് എഴുതി അത് ഹെഡിങ് കൊടുക്കുക. അതായത് ഇന്ന ആളെ പറ്റിയാണോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകണമെന്നുള്ളൊരു ഹെഡിങ് ആണത്. ഓക്കെ, സോ PV സിന്ധു എന്നുള്ളൊരു ഹെഡിങ് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, PV സിന്ധു വാസ് ബോൺ ഓൺ. ഓക്കെ, വാസ് ബോൺ ഓൺ. ഓക്കെ, ഇതൊക്കെ ഹൈലൈറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വാക്കുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. നോക്കിയേ, ഇൻ ഹൈദരാബാദ് തെലങ്കാന. ഹെർ പാരൻസ് ആരൊക്കെയാണ്, PV രാമൻ ഉണ്ട്, എന്താണ് ഹെർ പാരൻസ്, ആളുടെ അച്ഛനമ്മ അല്ലെങ്കിൽ പാരൻസ് എന്താണ്, രണ്ടുപേരും ബോത്ത് വെയർ വോളിബോൾ പ്ലേയേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷീ സ്റ്റഡീഡ് അറ്റ്, ഓക്കെ, പഠിച്ചത് എപ്പോഴാണ്, അപ്പോൾ എന്താണ് പഠിച്ചത് എവിടെയാണ്, സെന്റ് ആൻസ് കോളേജ് വുമൻസ് ഹൈദരാബാദിലാണ്. സിന്ധു ഇസ് ദ ഇന്ത്യൻ പ്രൊഫഷണൽ ബാഡ്മിന്റൺ പ്ലെയർ, നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ ജയിച്ച കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നോക്കുകയാണല്ലോ, നോക്കിക്കേ റിയോ ഒളിമ്പിക്സ് 2016, അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതരുത്, എന്ത് ചെയ്യണം, റിയോ ഒളിമ്പിക്സ് ഇൻ 2016, നോക്കിയേ ടോക്കിയോ ഒളിമ്പിക്സ് ഇൻ 2021, ബിക്കം വേൾഡ് ചാമ്പ്യൻ ഇൻ, അപ്പോൾ ആ ഇൻ അതെന്താണ്, ആ വർഷം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ 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 എന്ന് പറഞ്ഞ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റാൻഡംലി എഴുതാൻ പറ്റില്ല, സിൽവർ മെഡൽ അറ്റ് റിയോ ഒളിമ്പിക്സ് 2016, നോ, റിയോ ഒളിമ്പിക്സ് സിൽവർ മെഡൽ അറ്റ് റിയോ ഒളിമ്പിക്സ് ഇൻ 2016 അങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി. ഇനി നോക്കി, ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് കൊടുത്തിരുന്നത് അല്ലേ, റിയോ ഒളിമ്പിക്സ് കൊടുത്തിട്ടുണ്ട്, ടോക്കിയോ ഒളിമ്പിക്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വേൾഡ് ചാമ്പ്യന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇങ്ങനെ 3 കാര്യം കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൻഡ് അവിടെ ചേർക്കണം. നോക്കി, അതാണ് നമ്മൾ ഇവിടെ ചേർത്തിരിക്കുന്നത്, ആൻഡ് ബിക്കം വേൾഡ് ചാമ്പ്യൻ ഇൻ 2019. ഓക്കെ, അപ്പൊ അടുത്തത് അവാർഡ് നോക്കിയാൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, 2 കാര്യങ്ങൾ, ഇപ്പൊ 2 അവാർഡ് കഴിഞ്ഞിട്ട് അവസാനത്തെ അവാർഡ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഒരു ആൻഡ് ചേർക്കണം. ഓക്കെ, നോക്കിയേ, പത്മഭൂഷൺ, പത്മശ്രീ ആൻഡ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഇത്രയും മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ മതി, വേറെ ഒന്നും നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന, ഞാൻ ഈ ഫോക്കസ് ചെയ്തിരിക്കുന്ന വേർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെന്റൻസിനെ കറക്റ്റ് ഒരു പാരഗ്രാഫിൽ എങ്ങനെ മേർജ് ചെയ്യണം, സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ലിങ്കേഴ്സ് ആണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഞാനിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ആൻഡും ഇന്നും പിന്നെ വാസ് ബോൺ ഓൺ അതൊക്കെ വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കി, ഇന്ന് നമ്മൾ എവിടെ യൂസ് ചെയ്യും, ഹൈദരാബാദ് തെലങ്കാന, ഇന്ന സ്ഥലത്താണ് ജനിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇനി അനൗൺസ്മെന്റ്, നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അനൗൺസ്മെന്റിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇനി അനൗൺസ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നോക്കിയേ, The Nature Club of Rebecca School has decided to conduct a short film festival on climate change. ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ടോപ്പിക്, ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ മോർണിംഗ് അസംബ്ലിയിൽ ഇത് പറയണം, ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോവാണ്, ടോപ്പിക് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണ്, സോ നിങ്ങൾ എല്ലാവരും വരണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലാണ്ട് വെറുതെ റാൻഡംലി പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ആരായാലും എന്ത് ചെയ്യും, അവരൊരു കാര്യം എഴുതിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നോക്കിക്കേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ വെറുതെ പോയിട്ട് അവർ നേച്ചർ ക്ലബ് ഇസ് ഹാവിങ് എ ഷോർട്ട് ഫിലിം അങ്ങനെ നമ്മൾ പറയില്ല അല്ലേ. നമ്മൾ ആദ്യം എന്ത് അവിടെ എല്ലാവരെയും നമ്മളൊന്ന് ഗുഡ് മോർണിംഗ് ഒന്ന് വിഷ് ചെയ്യും നമ്മളല്ലേ. സോ തുടക്കത്തിൽ നമ്മൾ എങ്ങനെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവർ നേച്ചർ ക്ലബ് ഇസ് ഹാവിങ് എ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഞങ്ങളുടെ നേച്ചർ ക്ലബിന്റെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് വിൽ ബി ഓൺ 20th November 2024. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കുക, നോട്ടീസിൽ എഴുതുന്ന അതേ കാര്യം തന്നെ. നോക്കി, ഞാൻ പറഞ്ഞു
കുട്ടികളോട് നമ്മൾ പറയാണ് ദേ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കണ്ടിട്ടാ, നിങ്ങൾ വരണോട്ടാ എന്ന് പറഞ്ഞാൽ അവരെവിടെ വരും, അവരെപ്പോ വരും, അവരെവിടെ വരണം, എന്ന് വരണം, അപ്പൊ അവർക്ക് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നുള്ള കാര്യം നമ്മളിപ്പോ കുറച്ച് മുമ്പ് നമ്മൾ മൈക്കിളുടെ ലെറ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്, ഒരാളെ നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ നോക്കിയേ, ഡേറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ഓക്കെ, സമയം കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പിന്നെന്താണ് സമയത്തിന്റെ ഡ്യൂറേഷൻ 10 മണി to 1 മണി വരെയാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 10 AM എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കിയേ എവിടെ വെച്ചാണ് ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. സോ 3 കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, വി വിൽ വാച്ച് ഷോർട്ട് ഫിലിം ദാറ്റ് ഹൗ ടു ടേക്ക് കെയർ ഓഫ് അവർ എർത്ത്. നമ്മുടെ ഭൂമിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ഷോർട്ട് ഫിലിം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി ഫൺ, അത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് പറയാണ്. ആൻഡ് വി വിൽ ലേൺ മെനി ന്യൂ തിങ്സ്, നമ്മൾ പുതിയ കുറെ കാര്യങ്ങൾ അത് കൂടാണ്ട് പഠിക്കും. പ്ലീസ് കം ആൻഡ് എൻജോയ് ദ പ്രോഗ്രാം. വരിക, പ്രോഗ്രാം എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവസാനം താങ്ക് യു പറയണം കേട്ടോ. അനൗൺസ്മെന്റ് ഏറ്റവും അവസാനം എന്തുണ്ടാകും, ഒരു താങ്ക് യു ഉണ്ടാകും. അതിന് നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും നേരം അവർ കേട്ടില്ലേ, ഇത്രയും നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് അവരൊരു കുഴപ്പമില്ലാണ്ട് കേട്ട സ്ഥിതിക്ക് അവസാനം നമുക്കൊരു താങ്ക് യു പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ഈ 3 കാര്യം, അതായത് ഡേറ്റ് എഴുതണം, പ്ലേസ് എഴുതണം, അത് കൂടാണ്ട് ടൈം എഴുതണം. സോ ഈ 3 കാര്യങ്ങളാണ് ഇൻവിറ്റേഷൻ. ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്, പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 3 കാര്യം കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. ദാറ്റ് ഈസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്താണെന്നുള്ളത്. നമ്മളിപ്പോ നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് സൈഡിൽ ഒരു കോർണറിലായിട്ട് എന്ത് ചെയ്യാം, അവർ വലിയ വലിയ ഹെഡിങ്സ് എഴുതിയിട്ടുണ്ടാകും. ഒരു മിനിറ്റ്, യെസ്, വലിയ വലിയ ഒരു ഹെഡിങ്സ് എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ അടിയിൽ എന്താണ്, അവർ പ്ലേസ് എഴുതിയിട്ടുണ്ടാകും, അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടാകും, പിന്നെ നമ്മുടെ ന്യൂസ് അവർ കറക്റ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾക്ക് ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡെയിലി കാണുന്ന കാര്യമാണ്. നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാം. ഓക്കെ, നോക്കി, ദി എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റഡ് സാപ്ലിംഗ് ഓൺ സ്കൂൾസ് പ്രെമിസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിംഗ് ടു സ്റ്റുഡൻസ് ഓൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പോൾ എക്കോ ക്ലബ്, നിങ്ങളുടെ സ്കൂളിലുള്ളൊരു എക്കോ ക്ലബ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സാപ്ലിങ്സ് നിങ്ങളുടെ സ്കൂളിൽ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് കുട്ടികൾക്ക് വിതരണവും ചെയ്തിട്ടുണ്ട്. എന്നാണ്, വേൾഡ് എൻവയോൺമെന്റ് ഡേയിലാണ് സംഭവിച്ചത്. A rally was also held to make people aware of the need to conserve water. ഓക്കെ, എൻവയോൺമെന്റ് ഡേയിൽ ഒരു റാലി, എന്താ റാലി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ പോസ്റ്ററൊക്കെ പിടിച്ചടക്കുക. ഓക്കെ, സോ അങ്ങനത്തെ റാലി അവർ നടത്തി. എന്തിനു വേണ്ടിയാണ്, വെള്ളത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു റാലിയാണ് അവർ നടത്തിയത്. ഓക്കെ, ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ വാർഡ് മെമ്പർ ആണ് പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു ചെറിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. സിമ്പിൾ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കി, നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോ ക്ലബ് സെലിബ്രേറ്റ്സ് വേൾഡ് എൻവയോൺമെന്റ് ഡേ, അല്ലെങ്കിൽ നിങ്ങൾ ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ് വേണം. അല്ലാണ്ട് വെറുതെ ഡേറ്റ് 5-ാം തീയതി കൊച്ചിയിലാണ് നടക്കുന്നത്, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി ഗുഡ്, നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു ക്ലബിന്റെ എന്താണ് ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ്, ഓക്കെ, നമ്മുടെ ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇന്ത്യ വോൺ ദ മാച്ച് അറ്റ് 10 PM അങ്ങനെ നമ്മൾ പറയില്ലല്ലേ, നമ്മൾ ആദ്യം തന്നെ ഇന്ത്യ ഗോട്ട് ഇറ്റ് സക്സസ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഹെഡ്ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഹെഡ്ലൈൻ ആണ്. ഓക്കെ, ഹെഡ്ലൈൻ ആണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതേണ്ടത്. ഹെഡ്ലൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹെഡ്ലൈൻ ഉണ്ട് 1 മാർക്ക്. ഓക്കെ, ഇനി ഹെഡ്ലൈൻ കഴിഞ്ഞ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേറ്റ്, സ്ഥലം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് രണ്ടെണ്ണം എഴുതിയിട്ട് വേണം നമ്മൾ കണ്ടന്റിലോട്ട് പോകാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിയുള്ള എല്ലാ കാര്യവും ഉണ്ട് ഇവിടെ തന്നെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ അതിനൊന്ന് രൂപീകരിച്ചെടുത്താൽ മതി. അപ്പൊ നോക്കിയേ, ജൂൺ 5 കൊച്ചിയിൽ നടക്കുന്ന കാര്യമാണ്, ജൂൺ 5-ാം തീയതി നടക്കുന്ന കാര്യമാണ്. അപ്പൊ നോക്കിയേ, ഓൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ ദി എക്കോ ക്ലബ് ഓഫ് സഹോദയ വിദ്യാലയ. ഓക്കെ, നിങ്ങൾക്ക് ഏത് സ്കൂളിന്റെ പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വേറെ ഇപ്പോൾ ABCD സ്കൂൾ എന്ന് എഴുതിയാലും ആരും മാർക്കൊന്നും കുറയ്ക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്കൂളിന്റെ പേര് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. നമുക്ക് തോന്നിയതുപോലെ എന്ത് ചെയ്യരുത്, നമ്മൾ നമ്മുടെ സ്കൂളിന്റെ പേര് കൊടുക്കരുത്. പക്ഷെ അവിടെ ഏത് എക്കോ ക്ലബ്ബാണ്, ഏത് സ്കൂളാണെന്നൊക്കെ നമ്മൾ പറയണമല്ലോ. സ്കൂളിൽ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ സ്കൂളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ സ്കൂളിന്റെ പേരൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റി. ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഏത് സ്കൂളിലാണ് ഏത് കുട്ടികളാണ് ഈ സംഭവം ചെയ്തെന്നുള്ള കാര്യം.
ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. സോ അവരൊന്ന് എന്ത് ചെയ്യുക, അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടില്ല, അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്ലബ്ബ് ഇന്ന സ്കൂളിലാണെന്ന് പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോക്കിയേ, പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദി സ്കൂൾ പ്രെമിസസ്, സ്കൂളിന്റെ ചുറ്റും അവരെന്താണ്, സ്കൂളിന്റെ ഉള്ളിൽ സ്കൂളിന്റെ ആ ഒരു ബൗണ്ടറിയിൽ ഉള്ളവർ കുറെ വിത്തുകൾ എന്ത് ചെയ്തു, നട്ടുപിടിപ്പിച്ചു എന്ന് പറയാണ്. ദേ ഓൾസോ ഗിവ് സാപ്ലിംഗ് ടു സ്റ്റുഡൻസ്, കുട്ടികൾക്കും എന്ത് ചെയ്തു, അത് വിതരണം ചെയ്തു എന്ന് പറയാണ്. റാലി കണ്ടക്ട് ചെയ്ത കാര്യം, റാലി വാസ് കണ്ടക്ടഡ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദി നീഡ് ടു സേവ് വാട്ടർ. നോക്കിയേ, റാലി വാസ് ഓൾസോ കണ്ടക്ടഡ് ടു മേക്ക് ദേ, കറക്റ്റ് അത് തന്നെ നമുക്ക് എടുത്ത് എഴുതിയാൽ മതി. അടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ ദി വാർഡ് മെമ്പർ, അത് ഇപ്പുറത്തുണ്ട്, അത് നോക്കി, ദ പ്രോഗ്രാം വാസ് ഇനാഗുറേറ്റഡ് ബൈ ദി വാർഡ് മെമ്പർ. ഇനി നോക്കി, ഇറ്റ് വാസ് എ മീനിങ്ഫുൾ ഇവന്റ് ദാറ്റ് ഹെൽപ് സ്റ്റുഡൻസ് ലേൺ ടു കെയർ ഫോർ നേച്ചർ. അത് നമുക്ക് വേണ്ട അടിയിൽ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഇവന്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. ഇറ്റ് വാസ് എ വെരി പ്ലസന്റ്, വെരി ഹാപ്പി മൊമെന്റ് ഫോർ എവറി സ്റ്റുഡൻസ് ടു ടേക്ക് പാർട്ട് ഇൻ എവറി ആക്ടിവിറ്റീസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയെങ്കിലും എഴുതാം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഇവന്റ് that helped students learn to care for nature. അതായത് നമ്മൾ നേച്ചർ, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യം കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇതിന് കുറച്ചും കൂടെ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ നമുക്ക് എഴുതാം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് പ്ലക്കാർഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നും എന്താണ് പ്ലക്കാർഡ്സ്. ഓക്കെ, പ്ലക്കാർഡ്സ് ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലക്കാർഡ് എന്താണ്, നമ്മളിങ്ങനെ പോസ്റ്റർ പോലെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു സാധനം, ഇങ്ങനെയൊക്കെ നമ്മൾ പിടിച്ച് നടക്കില്ലേ, വലിയ എന്താണ്, വലിയ റാലിയൊക്കെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചു നടക്കും. ഇങ്ങനെയൊക്കെ പിടിച്ച് നമ്മൾ കാണിക്കുകയൊക്കെ ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ബേസിക്കലി പ്ലക്കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിബിൾ ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ടർ കൺവർസേഷൻ, ഫോറസ്റ്റ് കൺവർസേഷൻ, ഇതാണ് എന്താണ് പ്ലക്കാർഡ്സിന്റെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ സ്ലോഗൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, അത് മാത്രം മതി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുമ്പോൾ നമ്മളൊരു ബോക്സ് വരയ്ക്കുക, വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ആണെങ്കിൽ 2-3 മരം വരച്ച് വെക്കുക, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് എഴുതുക, മതി. ഇത്രയും കാര്യങ്ങൾ മതി. അപ്പൊ നമ്മൾ പ്ലക്കാർഡ് വരയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ചുകൂടെ തന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ബോക്സ്, പിന്നെ സൈഡിൽ 2 മരം, ഇപ്പോൾ ഫോറസ്റ്റ് കൺവർസേഷൻ ആണെങ്കിൽ സൈഡിൽ 2 മരം വരയ്ക്കുക. പിന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എഴുതുക. ഇപ്പൊ വെള്ളത്തിന്റെ ഒരു ഡ്രോപ്പ്, വലിയൊരു ഡ്രോപ്പ്, വെള്ളത്തിന്റെ വലിയൊരു ഡ്രോപ്പ്, ഇതങ്ങനെ തോന്നുന്നില്ലെങ്കിലും വെള്ളത്തിന്റെ വലിയൊരു ഡ്രോപ്പ് നിങ്ങൾ വരച്ചു വെക്കുക, അത് മതി. അപ്പൊ നമുക്ക് സ്ലോഗൻസ് നോക്കാം. സേവ് വാട്ടർ, സേവ് ലൈഫ്. ഓക്കെ, സേവ് വാട്ടർ, സേവ് ലൈഫ്, വെള്ളത്തിന് രക്ഷിക്കുക, ജീവൻ രക്ഷിക്കുക. ഓക്കെ, എവറി ഡ്രോപ്പ് കൗണ്ട്സ്, വേസ്റ്റ് ചെയ്യുന്ന ഓരോ ഡ്രോപ്പ് ആയാലും എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡോണ്ട് വേസ്റ്റ് വാട്ടർ, വെള്ളത്തിനെ നശിപ്പിക്കരുത്. യൂസ് ഇറ്റ് വൈസ്ലി, സൂക്ഷിച്ചും കണ്ട് അതിനെ ഉപയോഗിക്കുക. വാട്ടർ ഇസ് പ്രഷ്യസ്, വെള്ളം അമൂല്യമാണ്. കൺസേർവ് ഇറ്റ്, അതിനെ സേവ് ചെയ്യുക. ടേൺ ഓഫ് ടാപ്സ്, സേവ് വാട്ടർ. ടേൺ ഓഫ്, അതായത് ആവശ്യമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, പൈപ്പ് അടയ്ക്കുക. ഓക്കെ, വെള്ളത്തിനെ രക്ഷിക്കുക. സോ ഇതാണ് ഇങ്ങനത്തെ കുറച്ച് ഒരു 2-3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, ഇത് 5 എണ്ണം കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു 3-ഓ 2-ഓ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഇനി ഫോറസ്റ്റ് കൺവർസേഷൻ നോക്കിയാൽ സേവ് ട്രീസ്, സേവ് എർത്ത്. ഓക്കെ, മരങ്ങളെ രക്ഷിക്കുക, എർത്തിനെ സംരക്ഷിക്കുക. ഓക്കെ, പ്ലാന്റ് ട്രീസ്, പ്രൊട്ടക്ട് ലൈഫ്. ഓക്കെ, മരത്തിനെ പിടിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്കുള്ള ജീവജാലങ്ങളെ രക്ഷിക്കുക. ഫോറസ്റ്റ് ആർ ലൈഫ്, ഈ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് ലൈഫാണ്. എങ്ങനെയാണ് നമുക്കറിയാം, ഫോറസ്റ്റിൽ അത്യാവശ്യം മരങ്ങൾ ഉണ്ടാകും. സോ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. നമുക്ക് ഓക്സിജൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ജീവിതമാണ്. സോ അതിനെ കട്ട് ചെയ്യല്ല, അതായത് അതിനെ നശിപ്പിക്കല്ലേ എന്ന് പറയാണ്. പ്രൊട്ടക്ട് ഫോറസ്റ്റ്, പ്രൊട്ടക്ട് ഫ്യൂച്ചർ. ഓക്കെ, ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യുക, ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ലവ് ട്രീസ്, സേവ് നേച്ചർ, ട്രീസിനെ സ്നേഹിക്കുക, നേച്ചറിനെ രക്ഷിക്കുക. ഓക്കെ, സോ ഇതാണ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ചധികം, അതായത് 2-3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലക്കാർഡ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബോക്സ് പറഞ്ഞ കാര്യമാണ്, ഒരു ബോക്സ് വരയ്ക്കുക. ഇപ്പൊ ട്രീനെ പറ്റി പറയുന്ന ഒരു 2-3 ട്രീ ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, ഭയങ്കര ആർഭാടൊന്നും വേണ്ട, പക്ഷെ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ സ്ലോഗൻ ഒരു 3-2 നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കണ്ണടച്ച് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ വെറുതെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതിന് പകരം നിങ്ങൾ അതൊരു സ്ലോഗൻ പോലെ അടിപൊളിയാക്കി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ 2 പേര് തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണമാണ് കോൺവെർസേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോൺവെർസേഷനിലോട്ട് പോകാം. പോസിബിൾ കോൺവെർസേഷൻസ് നോക്കിക്കേ, മൈക്കിളിന്റെ മദറിന്റെ ഉണ്ട്, മൈക്കിളിന്റെ ഫ്രണ്ടിന്റെ ഉണ്ട്, മൈക്കിളും ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്, റബേക്ക മദർ തമ്മിലുള്ള കോൺവെർസേഷൻ, റബേക്ക ഫ്രണ്ട് തമ്മിലുള്ള കോൺവെർസേഷൻ, റഷീദും ആഷ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റഷീദിന്റെ കോൺവെർസേഷൻ ആണ്. ഓക്കെ,
അപ്പൊ നമുക്ക് നോക്കാം. ഹാവിങ് യു റെഡ് ദി സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ? ഓക്കെ, നമ്മൾ പഠിച്ചൊരു സ്റ്റോറിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. ഒരാളെ സഹായിക്കുമ്പോൾ അത് വെള്ളം കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ സാപ്ലിങ്ങിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അല്ലെ, എത്ര നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ അത്. അപ്പൊ നമുക്ക് നോക്കാം. റഷീദ് saw an old man lying under a tree, drowning in pain. Rashid wanted to help the old man. He went to the woman in the nearby house to get some water. വെള്ളം വാങ്ങാൻ ആ സ്ത്രീയുടെ അടുത്ത്, ആഷ്മിന്റെ അടുത്ത് പോയപ്പോൾ അവർ തമ്മിൽ ഉണ്ടായ കോൺവെർസേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, സിമ്പിൾ ആണ്. റഷീദ് പറയുന്നത്, മാം ക്യാൻ യു ഹെൽപ്പ് മീ? എന്നെ ഒന്ന് സഹായിക്കോ? There is an old man lying under the tree. അവിടെ ആ മരത്തിന്റെ അടിയിൽ ഒരു വയസ്സനായ വൃദ്ധൻ കിടക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പൊ വുമൺ പറഞ്ഞു, ഓ ഈസ് ഹി ഹേർട്ട്? അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. What happened? എന്താണ് പറ്റിയത് എന്ന് ചോദിക്കണം. അപ്പൊ റഷീദ് പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്ക് അറിയില്ല. ഹി ഈസ് ഗ്രൗണ്ടിങ് ഇൻ പെയിൻ. അദ്ദേഹം വേരെടുത്തിട്ട് അലറുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഒച്ച എടുക്കുന്നുണ്ടെന്ന് പറയാണ്. ഐ വോണ്ട് ടു ഗിവ് ഹിം സം വാട്ടർ. അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. അപ്പൊ വുമൺ പറഞ്ഞു, ഓക്കെ ഐ ക്യാൻ ഗിവ് യു സം വാട്ടർ. പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം. വെയിറ്റ് എ മൊമെന്റ്, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ, അതേ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ റഷീദ് പറയാണ്, താങ്ക് യു മാം ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ഹിം. അത് അവനെ ഹെൽപ്പ് ചെയ്യും, അല്ല ആ ഒരാളെ, ഓൾഡ് ആളെ അതെന്തായാലും തീർച്ചയായിട്ടും സഹായിക്കും എന്ന് പറയാണ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ജസ്റ്റ് അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ വുമൺ പറയാണ്, ഹിയർ ടേക്ക് ദിസ് വാട്ടർ ആൻഡ് ഗിവ് ഇറ്റ് ടു ഹിം സ്ലോലി. ഇതാണ് വെള്ളം, പതുക്കെ വായിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ റബേക്ക പറയാണ്. സോറി, റബേക്ക പെട്ടെന്ന് ആ സ്റ്റോറിയിലോട്ട് പോയി. നമ്മുടെ വുമൺ പറയാണ്. അപ്പൊ റഷീദ് പറയാണ്, താങ്ക് യു, ഐ വിൽ ഗിവ് ഇറ്റ് സ്ലോലി. താങ്ക് യു സോ മച്ച്, ഞാൻ പതുക്കെ എന്തായാലും കൊടുക്കാം എന്ന് പറയണം. അപ്പോൾ വുമൺ പറയാണ്, ഗുഡ്, ഐ ഹോപ്പ് ഹി ഫീൽസ് ബെറ്റർ സൂൺ. ശരി, എന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വെള്ളം കൊടുക്കൂ, എനിക്ക് അയാൾ എത്രയും പെട്ടെന്ന് ഒന്ന് ശരിയായാൽ മതി, എത്രയും പെട്ടെന്ന് അയാൾ ഈ വെള്ളം കുടിക്കുമ്പോൾ അയാൾക്ക് ഒരു സമാധാനം കിട്ടും എന്നുള്ള രീതിയിൽ വുമൺ പറഞ്ഞ് നമ്മുടെ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കോൺവെർസേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ പല കോൺവെർസേഷനും പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ റഷീദും ആ ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ അത് നമുക്ക് മാറ്റി എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ എഴുതിയാൽ എന്തില്ല, നമുക്ക് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തന്നെ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ആ ഒരു കാര്യം, റഷീദും ആ ഓൾഡ് മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കൊണ്ട് നമ്മൾ കാര്യം മാറ്റാം. അപ്പൊ ഫോർ എക്സാമ്പിൾ റഷീദ് എന്ത് ചെയ്യാണ്, വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം അപ്പൊ തന്നെ അത് എന്ത് ചെയ്യണം, അടുത്തുള്ള മരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ റഷീദ് ചോദിക്കണം, വാട്ട് ഇസ് ദിസ്, ഡോണ്ട് യു നീഡ് വാട്ടർ? നിങ്ങൾക്ക് വെള്ളം വേണ്ടെന്ന് ചോദിക്കും. അദ്ദേഹം പറയുന്നു, ഐ എം ഫൈൻ ബട്ട് ദ ട്രീസ് നീഡ് മോർ വാട്ടർ ദാൻ മീ. അപ്പൊ അങ്ങനെ നമുക്ക് ഞാൻ കോൺവെർസേഷനെ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇമാജിനേഷൻ വേണം ഇംഗ്ലീഷ് എഴുതുമ്പോൾ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, അറേഞ്ച് ദ ഇവന്റ്സ്. ഓക്കെ, ഇവന്റ്സിനെ 1 by 1 നമ്മൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിയേ, the following are important events from the story. Rebecca, the change maker, they are jumbled. Arrange them in correct order. Okay, so ഇത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് എവിടേക്കാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയും. അത് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നില്ല. നമുക്ക് അറിയുന്ന സ്റ്റോറിയാണ് റബേക്കയുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയുള്ള ആ ഒരു കൺസേൺ. പിന്നെ പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലേ, വില്ലേജിന്റെ എൽഡേഴ്സ് ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ഇത് നിങ്ങളാണ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെന്റൻസ് എഴുതി കാണിക്കേണ്ട, കമന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ BCD അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഓർഡർ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുത്താൽ മതി. ഓക്കെ, സോ ഇതാണ് ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഈ ഒരു കൊടുത്തിരിക്കുന്ന കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ പെട്ടെന്ന് വായിക്കുക, പെട്ടെന്ന് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, സോ ഇത് റബേക്കയുടെ ചാപ്റ്റർ ആണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് അത് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, വളരെ ഈസിയാണ്, എല്ലാവരും കമന്റ് ബോക്സിൽ ഇടാം, എന്തായാലും അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗ്രാമർ ആണ്. ഓക്കെ, അവസാനത്തെ ടോപ്പിക്കിലേക്ക് എത്തി. ഗ്രാമർ ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇനി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഗ്രാമറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ഗ്രാമർ മാത്രമേ നമുക്ക് നമ്മുടെ 5th പഠിക്കാനുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഗ്രാമർ നോക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ പടപടാന്ന് നമുക്ക് കിട്ടും, ബുദ്ധിമുട്ടേ ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3, ലെറ്റ്സ് എഡിറ്റ്. അപ്പൊ ഒരു പപ്പീനെ പറ്റിയുള്ള സ്റ്റോറിയാണ്. ഇതിനകത്ത് കുറച്ച് തെറ്റുകൾ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. റാണി ആൻഡ് രോഹൻ were good friends. They were come from the school. Suddenly they saw the cute puppy. They tried by take the puppy home.
but the puppy fast ran away. നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഇത് എന്തോ ഒരു വശവശക്ക് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമുക്കിത് കാണാം അല്ലെ. ഇപ്പൊ റാണി ആൻഡ് രോഹൻ, എന്താണ് രോഹനിലുള്ള തെറ്റ്? നമുക്കറിയാം, ഒരിക്കലും നമ്മൾ ഒരാളുടെ പേര് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രോഹൻ എന്ന് ഇങ്ങനെ എഴുതണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള തെറ്റുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടീച്ചേഴ്സ് തരാം. അപ്പൊ നമ്മളെ ട്രിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ വീഴാൻ നിൽക്കരുത്, നമ്മൾ തിരിച്ച് പണി കൊടുക്കണം. ഓക്കെ, സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രോഹനിൽ ആറ് ക്യാപിറ്റൽ ആയാൽ കറക്റ്റ് ആണ്. ആ രോഹന്റെ സ്പെല്ലിംഗ് തെറ്റല്ലേട്ടാ. നമ്മൾ പെട്ടെന്ന് രോഹന്റെ സ്പെല്ലിംഗ് ഇതല്ലേ, ഇനി റോഷൻ എന്നാണോ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. റോഹന് തന്നെയാണ്. പക്ഷെ അവിടെ പേരിൽ എപ്പോഴും നമ്മൾ ഒരാളുടെ പേര് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ വേണ്ടി. ഓക്കെ, സോ റാണി ആൻഡ് രോഹൻ വെയർ ഗുഡ് ഫ്രണ്ട്സ്, കറക്റ്റ് ആണ്. ദേ വെയർ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ വെയർ കഴിഞ്ഞിട്ട് എപ്പോഴും കമ്മിന്റെ കൂടെ ING ഫോം ആണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്? ദേ വെയർ കമ്മിങ് ഫ്രം ദ സ്കൂൾ. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ. കമ്മിങ്. വേർ ആയാലും വാസ് ആയാലും നമ്മൾ കമ്മിങ് ആണ് ചേർക്കേണ്ടത് കേട്ടോ. വേറെ ഉണ്ട് ഈസാമാർ വന്നാലും നമ്മൾ കമ്മിങ് തന്നെയാണ് ചേർക്കേണ്ടത്. ഓക്കെ, അതായത് ഈസാമാർ വാസ് വേറൊക്കെ വന്നാല് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ് ചേർക്കില്ല, എന്ന് പകരം കമ്മിങ് ING ഫോം ആയിരിക്കും നമ്മൾ ചേർക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ. സഡൻലി ദേ സോ ദ പപ്പി എന്ന് പറയാം. സഡൻലി ദേ സോ എ പപ്പി. ഒരെണ്ണത്തിനെ കണ്ടോ? കുറെ ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണത്തിനെയാണ് അവർ കണ്ടതിനോ. അവരൊരൊറ്റ ക്യൂട്ട് പപ്പീനെയാണ് കണ്ടത് അല്ലേ. നോക്കിയേ, ഇത് സ്റ്റോറീസ് അബൌട്ട് എ പപ്പി. ഒരൊറ്റ പപ്പീനെ പറ്റിയാണ് കഥ. അപ്പോൾ ദ പപ്പി എന്ന് നമ്മൾ പറയില്ല, അതിന് പകരം നമ്മൾ എന്ത് പറയും? എ പപ്പി എന്നേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, ഇനി നോക്കി, ദേ ട്രൈഡ് ബൈ ടേക്ക് ദ പപ്പി ഹോം. ഇല്ല, ദേ ട്രൈഡ് ടു. അവരതിനെ കഷ്ടപ്പെട്ട് അവരെ ശ്രമിച്ചു. എന്തിനു വേണ്ടി? ആ പട്ടിക്കുട്ടീനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു. സോ ദേ ട്രൈഡ് ടു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേ ട്രൈഡ് ടു ടേക്ക് ദ പപ്പി ഹോം, ബട്ട് ദ പപ്പി ഫാസ്റ്റ് റാൻ അവേ. അങ്ങനെ ആയിരിക്കില്ല. ബട്ട് ദി പപ്പി റാൻ അവേ ക്വിക്ലി, അല്ലെങ്കിൽ ദ പപ്പി റാൻ അവേ. ഫാസ്റ്റ് റാൻ അവേ എന്ന് വേണ്ട, ബട്ട് ദ പപ്പി റാൻ അവേ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ബട്ട് ദി പപ്പി ഫാസ്റ്റ് റാൻ അവേ എന്ന് എഴുതുന്നതിന് പകരം യു ക്യാൻ റൈറ്റ് ബട്ട് ദ പപ്പി റാൻ അവേ ക്വിക്ലി, അല്ലെങ്കിൽ റാൻ അവേ എന്ന് മാത്രമായാലും നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിങ് ശ്രദ്ധിക്കണം, ആ ഒരു ING ഫോം ശ്രദ്ധിക്കണം, പ്രിപ്പോസിഷൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യനിലോട്ട് ആക്കും? ഓക്കെ, ദേ ആർ വെറീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും? ആർ ദേ വെറീഡ് എന്ന് ചോദിക്കണം. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയി. ആർ ദേ വെറീഡ്? റബേക്ക ഈസ് ഹാപ്പി. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കും? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ദേ ആർ വെറീഡ് എന്നുള്ളത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആക്കിയത്? ഈ നമ്മൾ ആറിനെടുത്ത് മുന്നിലോട്ട് ഇട്ടു, ആറ്. പിന്നെ നമ്മൾ സബ്ജക്റ്റിനെ കൊണ്ടുവന്നു, ആർ ദേ വെറീഡ്. കഴിഞ്ഞു. സിമ്പിൾ ആണ്. റബേക്ക ഈസ് ഹാപ്പി. വൈഷ്ണവ് ഇസ് എ ഗുഡ് ബോയ്. വൈഷ്ണവ് സാർ നല്ല കുട്ടിയാണ്, ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ. സോ വൈഷ്ണവ് ഇസ് എ ഗുഡ് ബോയ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ എഴുതും ഈസ്. വൈഷ്ണവ് എ ഗുഡ് ബോയ്. ഈസ് വൈഷ്ണവ് എ ഗുഡ് ബോയ്? വൈഷ്ണവ് നല്ലൊരു കുട്ടിയാണോ? അതൊരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റബേക്ക ഈസ് ഹാപ്പിയുടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് മാറ്റി, അതുപോലെ തന്നെയാണ് നമ്മൾ റബേക്കയുടെയും മാറ്റേണ്ടത്. വേറൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി പീസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റബേക്ക ഈസ് ഹാപ്പി. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് കൺവേർട്ട് ഈസിയാണ്, കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പിക്ചർ സ്റ്റോറി നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കിവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ സ്റ്റോറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്? യെസ്, ഇവിടെ ഒരു കുറുക്കൻ ഒരു കിണറിൽ വീണ് കിടക്കുകയാണ് അല്ലേ. അപ്പൊ പാവ ഒരു ആട്ടും കുട്ടി എന്ത് ചെയ്യാണ്? അതിനെ ഭയങ്കര ദയനീയ അവസ്ഥയോട് കൂടി അതിനെ നോക്കുകയാണ്. എന്നിട്ട് കുറുക്കൻ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ഇതിൽ വീണു ഗൈസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ എന്നെ സഹായിക്കും എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ ഈ ഗോട്ട് അല്ലെങ്കിൽ ഈ ആട് താൻ തന്നെ ഇറങ്ങി വന്ന് സഹായിക്കും എന്നുള്ള രീതിയിൽ വരികയാണ്. എന്നിട്ട് അടിയിൽ വന്നിട്ട് കുറുക്കന് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഗോട്ട് അല്ലെങ്കിൽ നമ്മുടെ ആട്ടും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുറുക്കനെ മുകളിലോട്ട് കയറ്റുന്നുണ്ട്.
ഇതാണ് സ്റ്റോറി. നമുക്ക് പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാം ഇതാണ് കഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ അത് എഴുതണം. ഓക്കെ, നമുക്കത് എഴുതാം. ഓക്കെ, ഇതിന്റെ എഴുതലാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വൺ ഹോട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കഥയാണ്. വൺ ഹോട്ട് ഡേ a thirsty fox fell into a well while looking for water. വെള്ളം അന്വേഷിച്ചെടുക്കുന്ന ഒരു കുറുക്കൻ എന്ത് ചെയ്തു? അറിയാണ്ട് കിണറ്റിലോട്ട് വീണു എന്ന് പറയാണ്. He tried to climb out but couldn't. തിരിച്ചു കയറാൻ കുറെ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല എന്ന് പറയാണ്. Soon a goat passed by and saw him. പെട്ടെന്നാണ് ഒരു ഗോട്ട്, ഒരു ആട്ടിൻകുട്ടി അതിലൂടെ എന്ത് ചെയ്ത് പാസ് ചെയ്ത് പോയത്. അപ്പൊ കണ്ടു അല്ലെ. The clever fox told the goat that the water in the well was cool and tasty. അപ്പോൾ ഇത് ട്രിക്കിയാണ്. കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണിങ് ആണല്ലേ, അവര് ഭയങ്കര കുരുട്ട് ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ കുറുക്കന്മാരെന്ന് പറഞ്ഞത്. കുറുക്കൻ എന്ത് ചെയ്തു? ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ ഭയങ്കര സ്വാദമുള്ള വെള്ളമാണ്, വന്ന് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ആടിനെ വെള്ളത്തിലോട്ട് ഇറക്കാനുള്ള ശ്രമം നടത്തി. The foolish goat, മണ്ടനായ ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? Believed him, വിശ്വസിച്ചു and jumped in, അതിലോട്ട് ചാടി എന്ന് പറയാണ്. Now both were trapped. രണ്ടുപേരും പെട്ടിരിക്കുകയാണ്. Okay, the fox quickly climbed on goat's back and jumped out of the wall. പറയാണ്, ഒന്നും നോക്കാണ്ട് എന്ത് ചെയ്തു? ഗോട്ടിന്റെ, അതായത് ആ ഒരു ആടിന്റെ പുറകിലോട്ട് ചവിട്ടി കയറിയിട്ട് കിണറ്റിലോട്ട് കിണറ് കഴിഞ്ഞ് മുന്നോട്ട് ചാടി എന്ന് പറയാം. അതായത് കിണറ്റിൽ നിന്ന് പുറത്തോട്ട് ചാടി എന്ന് പറയാണ്. വൺസ് ഹി വാസ് ഔട്ട്, പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം എന്താണ്? ഹി റാൻ അവേ വിത്തൗട്ട് ഹെൽപ്പിംഗ് ദ ഗോട്ട്. ഒട്ടും തന്നെ തിരിച്ച് സഹായിക്കാണ്ട് തിരിച്ച് ഓടിപ്പോയി എന്ന് പറയാണ്. The poor goat was left inside the well. ഒരാളും സഹായിക്കാണ്, നിസ്സായ അവസ്ഥയിൽ എന്ത് ചെയ്താണ്? ആ ഗോട്ട് അല്ല ആ ഒരു ആട് അവിടെ തന്നെ കിടന്നു എന്ന് പറയാണ്. ഇതാണ് നമ്മുടെ സ്റ്റോറി. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതിനെ റീഫ്രെയിം ചെയ്യാം. ഇത് തന്നെ എഴുതണം എന്നില്ല, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ടു ഫ്രണ്ട്സ്, ഒരു ഗോട്ടും ഒരു ഫോക്സും, they were walking. അപ്പോൾ suddenly the fox fell into the well and the goat it came down to help the fox. And then നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ കുറുക്കൻ ഓടിപ്പോകുന്നത് കാണിക്കുന്നില്ല, കുറുക്കനെ നമ്മുടെ ഗോട്ട് സഹായിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് കുറുക്കൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ഗോട്ടിനെ പുറത്തിറക്കി എന്നുള്ള രീതിയിൽ നമുക്ക് അത് എഴുതാം. എപ്പോഴും കുറുക്കനെ നെഗറ്റീവ് ക്യാരക്ടർ ആക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കുറുക്കൻ നല്ലതാകാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് സ്റ്റോറിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി മറക്കാൻ പറ്റും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. കോൺവെർസേഷൻ ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ലെറ്റർ, ഡയറി, സ്ലോഗൻസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോർമാറ്റിലൂടെ എഴുതണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. അനൗൺസ്മെന്റില്, ഇൻവിറ്റേഷനിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ടൈം, ഡേറ്റ് ആൻഡ് പ്ലേസ്. ഓക്കെ, സോ ഇതെല്ലാവരും നമ്മൾ ഓൾറൗണ്ട് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ നമുക്ക് എക്സാം തകർത്ത് എഴുതിയിട്ട് ഇനി കാണാം. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. സോ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ.